ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. മാനവികത, തുല്യത, ആഗോള സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാതൃകയാകാൻ G20 രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ലോകകപ്പ് T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കേൾവി പരിമിതർക്കുള്ള ഡെഫ്ലിമിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ വിശദമായി. മാനവികത, തുല്യത, ആഗോള സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു മാതൃകയാകാൻ G20 രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സാങ്കേതികവിദ്യ മനുഷ്യ കേന്ദ്രീകൃതമായിരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയുടെ ഡിജിറ്റൽ ആവാസ വ്യവസ്ഥ ഈ ദർശനം പിന്തുടരുന്നതായും അദ്ദേഹം പറഞ്ഞു. ജോഹാനസ്ബർഗിൽ നടന്ന G20 നേതാക്കളുടെ ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സർവജന ഹിതായ സർവജന സുഖായ എന്ന പ്രമേയത്തിൽ 2026 ഫെബ്രുവരിയിൽ ഇന്ത്യ AI ഇംപാക്ട് ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുമെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. ജോഹന്നാസ്ബർഗിൽ നടന്ന IBSA നേതാക്കളുടെ യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസ, ബ്രസീൽ പ്രസിഡന്റ് ലൂയിസ് ഇനാസിയോ ലുല ഡ സിൽവ എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു. AI ഇംപാക്ട് ഉച്ചകോടിയിലേക്ക് IBSA നേതാക്കളെ പ്രധാനമന്ത്രി ക്ഷണിച്ചു. കനേഡിയൻ പ്രസിഡന്റ്, ഇറ്റാലിയൻ പ്രധാനമന്ത്രി എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു ജസ്റ്റിസ് സൂര്യകാന്തിന് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. ഇന്നലെ സ്ഥാനമൊഴിഞ്ഞ ജസ്റ്റിസ് BR ഗവായിയുടെ പിൻഗാമിയായാണ് അദ്ദേഹം ചുമതലയേൽക്കുന്നത്. 2027 ഫെബ്രുവരി 9 വരെയാണ് പുതിയ ചീഫ് ജസ്റ്റിസിന്റെ നിയമന കാലാവധി. സാങ്കേതികവിദ്യ എല്ലാ ദിവസവും വികസിക്കുകയാണെന്നും ഉയർന്നുവരുന്ന ആവശ്യകതകൾ നിറവേറ്റുന്നതിൽ ഉദ്യോഗസ്ഥർ വൈദഗ്ധ്യം നേടണമെന്നും ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ വിവിധ സിവിൽ സർവീസുകളിലെ ഓഫീസർ ട്രെയിനികളെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. പുട്ടപർത്തിയിൽ ശ്രീ സത്യസായി ബാബയുടെ ശതാബ്ദി ആഘോഷങ്ങളിലും ഉപരാഷ്ട്രപതി പങ്കെടുത്തു. നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോയുടെയും ഡൽഹി പോലീസിന്റെയും നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ 262 കോടി രൂപ വില വരുന്ന മയക്കുമരുന്ന് പിടിച്ചെടുത്തതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. മയക്കുമരുന്ന് രഹിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് നിറവേറ്റാൻ വിവിധ ഏജൻസികൾ എങ്ങനെ ഏകോപനത്തോടെ അക്ഷീണം പ്രവർത്തിക്കുന്നു എന്നതിന്റെ മികച്ച ഉദാഹരണമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള നിർദ്ദിഷ്ട സ്വതന്ത്ര വ്യാപാര കരാർ 2 ഘട്ടങ്ങളിലായി നടപ്പാക്കുന്നത് പരിഗണനയിലെന്ന് കേന്ദ്ര വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ. കരാർ നൽകുന്ന ആനുകൂല്യങ്ങൾ ഇരു രാജ്യങ്ങൾക്കും ഗുണകരമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ലോകത്തിന് ഒരു സുഹൃത്തും വിശ്വസ്ത പങ്കാളിയുമായി ഇന്ത്യ മാറിയെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഈ മാസം 12-ന് അംഗീകാരം നൽകിയ കയറ്റുമതി പ്രോത്സാഹന ദൌത്യം സംബന്ധിച്ച വിശദ മാർഗനിർദ്ദേശങ്ങൾ അടുത്തയാഴ്ച പുറത്തിറക്കുമെന്ന് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ. അമേരിക്ക ചുമത്തിയ ഉയർന്ന ചുങ്കത്തിന്റെ പശ്ചാത്തലത്തിൽ കയറ്റുമതിക്കാർക്ക് പിന്തുണ നൽകാനാണ് ദൌത്യം ലക്ഷ്യമിടുന്നത്. 25,060 കോടി രൂപ ചിലവിൽ 6 വർഷത്തേക്കാണ് പദ്ധതി നടപ്പാക്കുക. 6ാമത് അന്താരാഷ്ട്ര അഗ്രോണമി കോൺഗ്രസിന് ഇന്ന് ന്യൂഡൽഹിയിൽ തുടക്കമാകും. കേന്ദ്ര കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ പരിപാടി ഉദ്ഘാടനം ചെയ്യും. 3 ദിവസങ്ങളിലായി നടക്കുന്ന പരിപാടിയിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി 1000-ലേറെ പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് കേന്ദ്ര കൃഷി മന്ത്രാലയം വ്യക്തമാക്കി. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രണ്ടാം ഘട്ടത്തിൽ രാജ്യത്ത് ഇതുവരെ 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. 9 സംസ്ഥാനങ്ങൾ, 3 കേന്ദ്രഭരണ പ്രദേശങ്ങൾ എന്നിവയെ ഉൾപ്പെടുത്തിയുള്ള രണ്ടാം ഘട്ടത്തിന് ഈ മാസം 4-നാണ് തുടക്കമായത്. അതേസമയം കേരളത്തിൽ ഡിജിറ്റൈസ് ചെയ്ത ഫോമുകളുടെ എണ്ണം 51,38,838 ഉയർന്നതായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. ഉച്ചയ്ക്ക് 3 വരെ പത്രിക പിൻവലിക്കാം. വിശദാംശങ്ങളിലേക്ക്. നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി അവസാനിക്കുന്നതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി ചിത്രം വ്യക്തമാകും. പ്രിസൈഡിംഗ് ഉദ്യോഗസ്ഥർക്കും ഫസ്റ്റ് പോളിംഗ് ഉദ്യോഗസ്ഥർക്കുമുള്ള പരിശീലനം വെള്ളിയാഴ്ച വരെ നടക്കും. തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള സമ്മതിദായകർക്കുള്ള പോസ്റ്റൽ ബാലറ്റ് വിതരണം ബുധനാഴ്ച ആരംഭിക്കും. അതിനിടെ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം കർശനമായി നടപ്പാക്കുമെന്ന് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കി. അനധികൃതമായി സ്ഥാപിച്ചിട്ടുള്ള പ്രചാരണ വസ്തുക്കൾ, ബാനറുകൾ, ബോർഡുകൾ, കൊടിതോരണങ്ങൾ എന്നിവ സംബന്ധിച്ച പരിശോധന ഊർജിത
ഫലപ്രദമാക്കാനും അതിനെതിരെ ശക്തമായ നടപടി സ്വീകരിക്കാനും ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർക്ക് കമ്മീഷൻ നിർദ്ദേശം നൽകി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളിലായാണ് വോട്ടെടുപ്പ്. ഡിസംബർ 13 വോട്ടെണ്ണൽ നടക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പരിപാടി മൻ കി ബാത്ത് ഈ മാസം 30 രാവിലെ 11. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും നിർദ്ദേശങ്ങളും ഈ മാസം 28 വരെ 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെ സമർപ്പിക്കാം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി ക്ഷേത്രത്തിൽ ധ്വജാരോഹണ ചടങ്ങിൽ പങ്കെടുക്കും. ക്ഷേത്ര നിർമ്മാണ പ്രവർത്തനങ്ങളുടെ സമാപനം കുറിച്ചുകൊണ്ട് നടത്തുന്ന ചടങ്ങാണിത്. നാളെ അയോധ്യ നഗരത്തിൽ റോഡ് ഷോയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തോടനുബന്ധിച്ച് അയോധ്യയിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ കർശനമാക്കി. ശബരിമലയിൽ തിരക്ക് നിയന്ത്രണ വിധേയമായതായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ ജയകുമാർ. മണ്ഡലകാല ആരംഭത്തിൽ അനുഭവപ്പെട്ട തിരക്ക് നിലവിൽ കുറഞ്ഞിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മളിപ്പോൾ ആദ്യത്തെ ഒരു തള്ളതിന് ശേഷം ഇപ്പോൾ കാര്യങ്ങൾ ക്രമീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു 70,000-75,000 ആൾ കൂടുതൽ നമ്മൾ വരുന്നില്ല. ഭക്തന്മാരും അതനുസരിച്ചിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഇത്രയും പേര് വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങൾ ഭംഗിയായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോൾ വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം, അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പം ഞങ്ങൾ സംതൃപ്തരാണ്, ഭക്തന്മാരും സംതൃപ്തരാണ്. രാജ്യം ഇന്ന് 9ാമത്തെ സിഖ് ഗുരുവായ ഗുരു തേജ് ബഹാദൂറിന്റെ 350ാം രക്തസാക്ഷിത്വ ദിനം ആചരിക്കുന്നു. രാഷ്ട്രപതി ദ്രൌപദി മുർമു അദ്ദേഹത്തിന് ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. നീതി, മനുഷ്യത്വം, സത്യം എന്നീ ആദർശങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ വ്യക്തിയാണ് ഗുരു തേജ് ബഹാദൂർജിയെന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു അനുസ്മരിച്ചു. കേരളത്തിൽ വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ 5ാം ദിനമായ ഇന്ന് തരുൺമൂർത്തി സംവിധാനം ചെയ്ത മലയാള ചലച്ചിത്രം തുടരും പ്രദർശിപ്പിക്കും. ഇന്ത്യൻ പനോരമ വിഭാഗത്തിൽ രാത്രി 8 മണിക്കാണ് പ്രദർശനം. 1927 പുറത്തിറങ്ങിയ ബാബുറാവ് പെയിന്ററിന്റെ ക്ലാസിക് ചിത്രം മുരളീവാല ഇന്നലെ മേളയിൽ പ്രദർശിപ്പിച്ചു. 2027 ഈ ചിത്രം 100 വർഷം പൂർത്തിയാക്കും. രാജ്യത്ത് നടപ്പാക്കിയ ലേബർ കോഡ് പരിഷ്കാരങ്ങൾക്ക് വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള തൊഴിലാളി സമൂഹത്തിൽ നിന്ന് മികച്ച പ്രതികരണം. ഇന്ത്യയുടെ തൊഴിൽ ശക്തിയെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്ന ചരിത്രപരമായ നടപടിയാണിതെന്ന് ട്രേഡ് യൂണിയൻ കോർഡിനേഷൻ സെന്ററിന്റെ ദേശീയ ജനറൽ സെക്രട്ടറി ഷിയോ പ്രസാദ് തിവാരി പ്രതികരിച്ചു. കാഴ്ച പരിമിതർക്കായുള്ള പ്രഥമ വനിതാ ലോകകപ്പ് T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കൊളംബോയിൽ നടന്ന കലാശ പോരാട്ടത്തിൽ നേപ്പാളിനെ 7 വിക്കറ്റിനാണ് ഇന്ത്യ പരാജയപ്പെടുത്തിയത്. ടോക്കിയോയിൽ കേൾവി പരിമിതർക്കായുള്ള ഡെഫ്ലിംപിക്സിൽ ഷൂട്ടിംഗിലെ 25 മീറ്റർ പിസ്റ്റൾ വിഭാഗത്തിൽ ഇന്ത്യയുടെ അഭിനവ് ദേശ്വാലിന് സ്വർണം. ഇതോടെ ഇന്ത്യയുടെ മെഡൽ നേട്ടം 15ആയി. ഗുവാഹത്തിയിൽ നടക്കുന്ന ഇന്ത്യ ദക്ഷിണാഫ്രിക്ക 2ാം ക്രിക്കറ്റ് ടെസ്റ്റിന്റെ 3ാം ദിവസം ഇന്ത്യ ഇന്ന് 1ാം ഇന്നിംഗ്സ് പുനരാരംഭിക്കും. മത്സരം രാവിലെ 9 മണിക്ക് ആരംഭിക്കും. 2ാം ദിനമായ ഇന്നലെ കളി അവസാനിക്കുമ്പോൾ ഇന്ത്യ വിക്കറ്റ് നഷ്ടമില്ലാതെ 9 റൺസ് എടുത്തു. 2 മത്സര പരമ്പരയിലെ ആദ്യ ടെസ്റ്റിൽ ദക്ഷിണാഫ്രിക്ക ഇന്ത്യയെ 30 റൺസിന് പരാജയപ്പെടുത്തിയിരുന്നു. യുക്രൈനിലെ യുദ്ധം അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടുള്ള കരട് സമാധാന പദ്ധതി ചർച്ച ചെയ്യാൻ ജനീവയിൽ ഇന്നലെ ചേർന്ന യോഗത്തിൽ നിർണായക പുരോഗതി കൈവരിച്ചതായി അമേരിക്ക. എന്നാൽ കരാറിലെത്താൻ സാധിച്ചിട്ടില്ലെന്നും US വ്യക്തമാക്കി. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബി നേതൃത്വം നൽകിയ ചർച്ചയിൽ അമേരിക്ക, യുക്രൈൻ എന്നിവയ്ക്ക് പുറമെ യൂറോപ്യൻ യൂണിയൻ ഉന്നത ഉദ്യോഗസ്ഥരും പങ്കെടുത്തു. ജമ്മു കശ്മീരിലെ ചുണ്ണാമ്പുകല്ല് ധാതു ബ്ലോക്കുകളുടെ ആദ്യ ലേലം ഇന്ന് ജമ്മുവിൽ ഔദ്യോഗികമായി ആരംഭിക്കും. കേന്ദ്രമന്ത്രി G. കിഷൻ റെഡ്ഡി പരിപാടിക്ക് നേതൃത്വം നൽകും. പ്രധാന വാർത്തകൾ വീണ്ടും. മാനവികത, തുല്യത, ആഗോള സഹകരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന മാതൃകയാകാൻ G20 രാജ്യങ്ങളോട് ആഹ്വാനം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യയുടെ 53ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് സൂര്യകാന്ത് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം 2ാം ഘട്ടത്തിൽ രാജ്യത്ത് 50.47 കോടിയിലധികം എന്യൂമറേഷൻ ഫോം വിതരണം ചെയ്തതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കും. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 7 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. കാഴ്ച പരിമിതർക്കുള്ള പ്രഥമ വനിതാ ലോകകപ്പ് T20 ക്രിക്കറ്റ് കിരീടം ഇന്ത്യയ്ക്ക്. കേൾവി പരിമിതർക്കുള്ള ഡെഫ്ലിംപിക്സ് ഷൂട്ടിംഗിൽ ഇന്ത്യയ്ക്ക് സ്വർണം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.